Hi, I'm Sharath. All of you welcome to an introduction to Indian polity for civil service examination. In the previous sessions, we have discussed about the important concepts in polity, different categories of state and government, and also about the preamble of Indian Constitution. In this session, we are going to discuss about the amendment and basic structure of Indian Constitution. During the session on preamble, we have discussed about the necessity for creating and recording rules and regulations for organizations like a state, and also about devising procedures for amending those rules and regulations. In Indian Constitution, there is a dedicated part 20, which in detail elaborates the procedures need to be followed when amending the Constitution. അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് we need to discuss about different types of majorities used in Indian polity. ഇന്ത്യൻ പൊളിറ്റിയിൽ മേജർ തീരുമാനങ്ങൾ എടുക്കുന്നത് മെജോറിറ്റി വോട്ടിങ്ങിലൂടെയാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് ലൈക്ക് സിമ്പിൾ മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി, ആബ്സലൂട്ട് മെജോറിറ്റി, പിന്നെ സ്പെഷ്യൽ മെജോറിറ്റി. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലെജിസ്ലേച്ചറിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത്ത് 550 വിചാരിക്കുക. എന്നാൽ പ്രസൻ്റ് ആയിരിക്കുന്നത് 500 പേർ മാത്രമാണ്. അതിൽ തന്നെ വോട്ട് ചെയ്യുന്നത് 400 പേർ മാത്രമാണ് എങ്കിൽ ഇതിൽ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ പ്രസൻ്റ് ആൻഡ് വോട്ടിംഗ് ആണ്. പ്രസൻ്റായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ മെജോറിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ 400 പേരാണ് പ്രസൻ്റായിട്ട് വോട്ട് ചെയ്യുന്നത്. സോ 400ൻ്റെ 50% കൂടുതൽ മീൻസ് 201 സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലെജിസ്ലേച്ചറിലൊക്കെ നോർമൽ ബില്ലുകൾ പാസ്സാവാൻ അല്ലെങ്കിൽ മോഷൻസ് പാസ്സാവാൻ, നോ കോൺഫിഡൻസ് മോഷൻസ് പാസ്സാവാൻ, ഓക്കെ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് മെജോറിറ്റിയാണ്. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് പ്രസൻ്റ് ആയിരിക്കുന്ന ആളുകളുടെ മെജോറിറ്റിയാണ്. അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 500ൻ്റെ മോർ ദാൻ 50%-നെയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ വോട്ടിംഗ് ഓർ നോട്ട്. ഓക്കെ, പ്രസൻ്റ് ആയിരിക്കുന്ന ആളുകളുടെ മോർ ദാൻ 50%-നെയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. ഈ എഫക്റ്റീവ് മെജോറിറ്റി വേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അല്ലെങ്കിൽ രാജ്യസഭ ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ, ഇവരെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എഫക്റ്റീവ് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ എഫക്റ്റീവ് മെജോറിറ്റി വിളിക്കുന്നത്. ഓക്കെ, അടുത്ത കേസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് മെജോറിറ്റിയാണ്. ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റിയാണ് ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഈ കേസിൽ 550ൻ്റെ മോർ ദാൻ 50%. ഓക്കെ, പക്ഷേ ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാറില്ല. മറ്റേതെങ്കിലും മെജോറിറ്റിയുടെ കൂടെ, പ്രത്യേകിച്ച് സ്പെഷ്യൽ മെജോറിറ്റിയിൽ മറ്റ് മെജോറിറ്റീസിൻ്റെ കൂടെ എക്സ്ട്രാ റിക്വയർമെൻ്റ് ആയിട്ടാണ് ഈ ആബ്സല്യൂട്ട് മെജോറിറ്റി കൊടുക്കാറുള്ളത്. അടുത്തത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സ്പെഷ്യൽ മെജോറിറ്റി 3 ടൈപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സ്പെഷ്യൽ മെജോറിറ്റി 1 എന്ന് പറയുന്നത് 2/3 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് എന്നുള്ളതാണ്. മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 2/3 ഭൂരിപക്ഷത്തിനെയാണ് സ്പെഷ്യൽ മെജോറിറ്റി 1 എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ മെജോറിറ്റി ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റിനാണ്. പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെജോറിറ്റി ആവശ്യമായിട്ടുള്ളത്. അടുത്ത സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി 2 അല്ലെങ്കിൽ സെക്കൻഡ് കൈൻഡ് എന്നുള്ളതാണ്. അതിന് വേണ്ട മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആബ്സല്യൂട്ട് മെജോറിറ്റിയും പ്ലസ് 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെയൊക്കെ റിമൂവൽ, പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെയൊക്കെ അബോളിഷൻ, അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് സ്പെഷ്യൽ മെജോറിറ്റി സെക്കൻഡ് കൈൻഡ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ സ്പെഷ്യൽ മെജോറിറ്റി തേർഡ് കൈൻഡാണ്. അത് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി സെക്കൻഡ് കൈൻഡിൻ്റെ കൂടെ
consent of 50% സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നുകൂടി ചേരുമ്പോഴാണ് സ്പെഷ്യൽ മെജോറിറ്റി തേർഡ് കൈൻഡ് ആവുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ ക്യാരക്ടറുള്ള പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാനാണ് ഇത്തരം പ്രൊവിഷൻസ് യൂസ് ചെയ്യുന്നത്, ഈ സ്പെഷ്യൽ മെജോറിറ്റി തേർഡ് കൈൻഡ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർഗ്ഗങ്ങളാണുള്ളത്. 3 മെജോറിറ്റീസിലൂടെയാണ് അമെൻഡ് ചെയ്യുന്നത്. ഒന്ന് അമെൻമെൻറ്റ് ബൈ സിമ്പിൾ മെജോറിറ്റിയാണ്. സെക്കൻഡ് അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മെജോറിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓർമ്മ വേണം. ഇതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, പാർട്ട് 20 എന്ന് പറയുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് പാർട്ട് എന്ന് പറയുന്നത്. ആ പാർട്ടിൽ ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ, ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 വഴി അമെൻഡ് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത് 2 ടൈപ്പ് മെജോറിറ്റി വഴിയാണ്. ഒന്ന് അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി, സെക്കൻഡ് ടൈപ്പ് അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സിമ്പിൾ മെജോറിറ്റി വഴി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 368 സ്കോപ്പിൽ വരുന്നതല്ല, അത് പല ആർട്ടിക്കിളുകളിലൂടെ ആയിട്ട് വരുന്നതാണ്. സിമ്പിൾ മെജോറിറ്റിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പുതിയ സ്റ്റേറ്റുകൾ ഫോം ചെയ്യുക, സ്റ്റേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യുക, ബൗണ്ടറി മാറ്റുക, പേര് മാറ്റുക, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുക, അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുക എന്നതിനൊക്കെ പാർലമെൻറ്റിന് സിമ്പിൾ മെജോറിറ്റി മതി. പിന്നെ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, പിന്നെ യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ സിമ്പിൾ മെജോറിറ്റിയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതൊന്നും ആർട്ടിക്കിൾ 368 സ്കോപ്പിൽ വരുന്നില്ല. ആർട്ടിക്കിൾ 368 വഴി അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് സ്പെഷ്യൽ മെജോറിറ്റി വഴിയാണ്. പ്ലസ് ഹാഫ് ഓഫ് ചില ഫെഡറൽ നേച്ചറുള്ള ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യണമെങ്കിൽ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് കൂടി വേണം. ഓക്കെ, ഇനി പ്രധാനമായിട്ടും സ്പെഷ്യൽ മെജോറിറ്റി വഴി അമെൻഡ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP പോലെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതായത് ആർട്ടിക്കിൾ 368 സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്ന റിക്വയർമെൻറ്റ് വഴി അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്, DPSP ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്നാൽ ഫെഡറൽ ക്യാരക്ടറായി വരുന്ന ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കൺസെൻറ്റ് ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് കൂടി ആവശ്യമാണ്. ആ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലൈഡിൽ കാണുന്നത് പോലെ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് ഇറ്റ്സ് മാനേഴ്സ് ആണ്. പിന്നെ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. പിന്നെ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ, ആർട്ടിക്കിളുകൾ അമെൻഡ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന കൺസെൻറ്റ് ഓഫ് ദ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, അതായത് പാർട്ട് 11 ചാപ്റ്റർ 1 അത് അമെൻഡ് ചെയ്യണമെങ്കിലും കൺസെൻറ്റ് ഓഫ് ദ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആവശ്യമാണ്. പിന്നെ 7th ഷെഡ്യൂൾ, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന 7th ഷെഡ്യൂൾ ഇത് അമെൻഡ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റുകളുടെ കൺസെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന 4th ഷെഡ്യൂൾ അമെൻഡ് ചെയ്യണമെങ്കിലും കൺസെൻറ്റ് ഓഫ് ദ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആവശ്യമാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റുകളുടെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ കൺസെൻറ്റ് ആവശ്യമായിട്ടുള്ളതാണ്. സോ ഈ പറഞ്ഞ പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ വളരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് we have to discuss about the basic structure of Indian Constitution. Basic structure of Indian Constitution or Indian polity എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സം കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. വെൻ വി ചേഞ്ച് ദോസ് കീ ഫീച്ചേഴ്സ് ദ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് വിൽ ഓൾസോ ചേഞ്ച്. നമ്മളതിനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ തന്നെ മാറിപ്പോകും. ആക്ച്വലി നമ്മളുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് which is a summary of our constitution,
നമ്മളെ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. പ്രിയാമ്പിളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും എലാബറേറ്റ് ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽ ഡിസ്കഷൻ ഓൺ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലിസം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം റൺ ചെയ്യുന്നതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഗവൺമെൻറ്റും റൂൾ ഓഫ് ലോയും കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. എ ലിമിറ്റഡ് ഗവൺമെൻറ് മീൻസ് എ ഗവൺമെൻറ് വിത്തൗട്ട് ആബ്സലൂട്ട് പവർ. ദ പവർ ഈസ് ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ആൻഡ് ദ റൂൾ ഓഫ് ലോ പ്രൊവൈഡ്സ് predictability of actions of the government. കോൺസ്റ്റിറ്റ്യൂഷണലി പവർ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഒരിക്കലും ലീഗലി അവരുടെ ലിമിറ്റ് ഓവർകം ചെയ്യാൻ പാടില്ല. ഇറ്റ് മേ ലീഡ് ടു സം കൈൻഡ് ഓഫ് അതോറിറ്റേറിയൻ റൂൾ. ദോസ് ഹൂ ഇൻ പവർ വിൽ ചേഞ്ച് ദ വേ ഇൻ വിച്ച് ദ സ്റ്റേറ്റ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദെയർ വിഷ്. അങ്ങനെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ പൊളിറ്റിയിൽ ഇവോൾവ് ചെയ്തു വരുന്നത്. ഈ കൺസെപ്റ്റ് ആക്ച്വലി ഒരു ജുഡീഷ്യൽ ഇൻവെൻഷനാണ്. The words basic structure are not mentioned anywhere in Indian Constitution. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തു വരുന്നത് എ സീരീസ് ഓഫ് അമെൻമെൻറ്റ്സിലൂടെയും പിന്നെ സുപ്രീം കോടതിൻ്റെ മുന്നിലെത്തിയ ചില കേസുകളുടെ വേർഡിക്റ്റുകളിലൂടെയുമാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അമെൻമെൻറ്റ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് തന്നെയാണ്. ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1951, which added 9th schedule to the constitution. 9th schedule was introduced to save some laws which were enacted for implementing land reforms in the country. ആ സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നോ ലെജിസ്ലേറ്റീവ് ഓർ എക്സിക്യൂട്ടീവ് ആക്ഷൻ ക്യാൻ അബ്രിഡ്ജ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അങ്ങനെ സംഭവിച്ചാൽ സുപ്രീം കോർട്ട് ഹാസ് ദ അതോറിറ്റി ടു നള്ളിഫൈ ദ ആക്ട് ഓർ ആക്ഷൻ. അങ്ങനെയാണ് ശങ്കരി പ്രസാദ് കേസ് ഓഫ് 1951 സുപ്രീം കോടതി മുന്നിലെത്തുന്നത്. ശങ്കരി പ്രസാദ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അമെൻമെൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ 368 നോട്ട് എ ലോ അണ്ടർ ആർട്ടിക്കിൾ 13 എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 368 വഴി നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആർ നോട്ട് അണ്ടർ ദ ജുഡീഷ്യൽ റിവ്യൂ പവർ ഓഫ് ദ സുപ്രീം കോർട്ട്. ആർട്ടിക്കിൾ 13 ആണ് if any law is inconsistent with fundamental rights, to the extent of inconsistency, those law will be void എന്ന് പറയുന്നത്. ആക്ച്വലി സുപ്രീം കോർട്ട് സപ്പോർട്ടഡ് ദ ഗവൺമെൻറ് ഇൻ ഇറ്റ്സ് എഫേർട്ട് ഫോർ ലാൻഡ് റീഫോംസ് ഇൻ ശങ്കരി പ്രസാദ് കേസ്. പിന്നെയാണ് 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുന്നത്. ഇറ്റ് ഇൻസേർട്ടഡ് സം മോർ സ്റ്റേറ്റ് ലോസ് ഇൻ ദ 9th ഷെഡ്യൂൾ. ആക്ച്വലി ശങ്കരി പ്രസാദ് കേസിൽ ഗവൺമെൻറ്റിന് ഫേവറായിട്ടുള്ള വേർഡിക്റ്റ് കൊടുത്തത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിപ്പോയി. സുപ്രീം കോർട്ടിനെ ബൈപ്പാസ് ചെയ്യാനുള്ള അവസരം ഗവൺമെൻറ് അങ്ങ് മുതലാക്കാൻ തുടങ്ങി. സോ ഇൻ ഗോലക്നാഥ് കേസ് വിച്ച് ചലഞ്ചഡ് ദ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, സുപ്രീം കോർട്ട് റിവേഴ്സ്ഡ് ഇറ്റ്സ് ഓർഡർ ആൻഡ് സെഡ് ദാറ്റ് അമെൻമെൻറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368 വിൽ കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ലോ മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 13. വേറെ രീതിയിൽ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368 വിൽ കം അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ. Supreme Court also said that fundamental rights are immutable. Fundamental rights immutable ആണ് എന്ന് പറഞ്ഞ കേസാണ് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് ഗോലക്നാഥ് കേസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമാണ് എന്നാണ് സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞു വെച്ചത്. സുപ്രീം കോർട്ടിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഡിഫൈൻ ചെയ്യാനുള്ള പവർ ഉള്ളതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ പാർലമെൻറ്റിനാണ്. സോ പാർലമെൻറ്റ് റിയാക്റ്റഡ് ടു ദ വേർഡിക്റ്റ് ആൻഡ് പാസ്ഡ് 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1971 വിച്ച് അമെൻഡഡ് ആർട്ടിക്കിൾ 13 ആൻഡ് ആർട്ടിക്കിൾ 368. ഇൻ ഷോർട്ട് 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ അമെൻമെൻറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 13 പറയുന്ന ലോയുടെ മീനിങ്ങിൽ വരില്ല എന്ന് എഴുതി ചേർത്തു. പിന്നെയാണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. ഇൻ ഇറ്റ് സുപ്രീം കോർട്ട് overruled the Golaknath case verdict and upheld the validity of 24th Constitutional Amendment Act. പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗവും ഇൻക്ലൂഡിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ ആൾട്ടർ ചെയ്യാൻ പാടില്ല എന്നാണ്
കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു വെച്ചത്. കേശവാനന്ദ ഭാരതി കേസാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ വേഗാണ്. വിവിധ കേസുകളുടെ വേർഡിക്റ്റുകളിലൂടെ സുപ്രീം കോടതി പറയുന്ന കാര്യങ്ങളാണ് ബേസിക് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് സ്റ്റിൽ ആൻ ഇവോൾവിങ് കൺസെപ്റ്റ്. ഇപ്പോഴും അത് വളരെ വേഗമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റായിട്ട് ഇപ്പോൾ പ്രൈവസി എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് എന്നെല്ലാം സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് പുതിയ കാര്യങ്ങൾ ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ പാർലമെൻറ്റ് റിയാക്റ്റഡ് ടു ദിസ് വേർഡിക്റ്റ് ഓൾസോ ത്രൂ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി സുപ്രീം കോടതിയുടെ ഈ വേർഡിക്റ്റിന് എതിരായിട്ട് പാർലമെൻറ്റ് റിയാക്ട് ചെയ്തു. ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976 which added new subclauses 4 and 5 in Article 368 which stated that there will be no limitation on the amending power of the Parliament. അതായത് കൂടുതൽ സംശയത്തിനൊന്നും നിൽക്കേണ്ട, പാർലമെൻറ്റിൻ്റെ അമെൻഡിങ് പവറിൽ യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല എന്ന് കൃത്യമായിട്ട് എഴുതി ചേർക്കുകയാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി ചെയ്തത്. എന്നാൽ അടുത്തതായിട്ട് വന്ന മിനർവ മിൽസ് കേസ്, അതായത് 98 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോർട്ട് ഈ പറഞ്ഞ പുതുതായിട്ട് ആഡ് ചെയ്ത ആർട്ടിക്കിൾ 368 4 and 5 സബ് ക്ലോസസ് നള്ളിഫൈ ചെയ്തു. അതിനുള്ള ഗ്രൗണ്ടായിട്ട് പറഞ്ഞത് ഇറ്റ് എക്സ്ക്ലൂഡ്സ് ദ ജുഡീഷ്യൽ റിവ്യൂ കൺസെപ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതിനെ അബ്രിഡ്ജ് ചെയ്യാനോ ആൾട്ടർ ചെയ്യാനോ പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് വമൻ റാവു കേസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ഈസ് ആപ്ലിക്കബിൾ ഫ്രം 1973 April 24 എന്നുള്ളതാണ്. അതായത് 1973 April 24 മുതലാണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് 1973 April 24 കേശവാനന്ദ ഭാരതി കേസിൻ്റെ വേർഡിക്റ്റ് വന്നത്. അന്നു മുതലുള്ള കേസുകൾക്കാണ് ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത് വരുന്നത്. ഇനി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ സെക്യുലർ ക്യാരക്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്യുലർ ക്യാരക്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, പിന്നെ ജുഡീഷ്യൽ റിവ്യൂ, ദെൻ റൂൾ ഓഫ് ലോ, പാർലമെൻ്ററി സിസ്റ്റം, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതുപോലെയുള്ള ഒരുപാട് പ്രൊവിഷൻസ് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ലിമിറ്റഡ് അമെൻഡിങ് പവർ ഓഫ് ദ പാർലമെൻറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. സോ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അമെൻഡിങ് പ്രൊസീജിയേഴ്സും അതുകൂടാതെ തന്നെ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.